ഹലോ, നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ വരയ്ക്കാം. വെറൈറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിലൊക്കെ ആയിരിക്കും വരയ്ക്കണം, അല്ലെങ്കിൽ റെഡ് ആയിരിക്കും. ഇവിടെ ഞാൻ സ്കെച്ചൊക്കെ കൊണ്ട് ഒരു കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് ഇന്ന് വരയ്ക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ കോളങ്ങൾ വരച്ചു കൊടുക്കണം. അത് സ്കെയിൽ കൊണ്ട് അതൊന്നും വരയ്ക്കണ്ട, ഞാൻ വരച്ച പോലെ പേന കൊണ്ട് അങ്ങോട്ട് വരച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളൊരു പൂവിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ വരയ്ക്കണത്. പൂവിൻ്റെ കാൽഭാഗമോ അരഭാഗമോ എന്നൊക്കെ പറയാം ഇത്. അപ്പോൾ ആ പൂ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ ചെറുതായിട്ടുള്ള ഡിസൈൻ മാത്രം നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. ആ ഡിസൈൻ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വരുന്ന രീതിയിൽ കൊടുക്കണം. ഒരേ പാറ്റേണിലായിരിക്കരുത്. ഞാനിവിടെ വരയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റമായ സ്കെച്ച് എടുക്കണം. ഇവിടെ ഞാൻ യെല്ലോയും റെഡും ഓറഞ്ചും കളറിലെ സ്കെച്ചാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ സ്കെച്ച് കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് കൊണ്ട് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ആ സ്കെച്ച് അടിക്കുമ്പോഴത്തേക്കും പേപ്പർ ഇങ്ങനെ അങ്ങനെ നനഞ്ഞ് വന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉണങ്ങിയതിന് ശേഷമേ ഞാൻ ഇനി കാണിക്കുന്ന കൊത്തുപണികൾ നിങ്ങൾ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഫുള്ള് കളറായി പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് കളറിലെ സ്കെച്ച് എടുത്തിട്ട് ഇതിന്മേലും ഓരോ ഇതിലുമേലും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ആദ്യം അടിച്ച ഓറഞ്ച് കളർ ഉണങ്ങിയതിന് ശേഷം മാത്രം അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഫുള്ള് പടർന്ന് ഫുള്ള് വൃത്തികേടായി പോകും. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് പെന്നുകൊണ്ട് ആ യെല്ലോയിൽ നമ്മൾ റൗണ്ടിൽ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Please like and subscribe.